ഷൈമാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിങ്ങിലായിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള കമൻറ്റുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ ആദ്യം എടുക്കുന്നത് വെമ്പാടയാണ്. വെമ്പാടപ്പട്ട എന്ന് പറയും. ഇത് നമ്മുടെ അങ്ങാടിക്കടകളിൽ എന്ന് വെച്ചാൽ ആയുർവേദ മരുന്ന് ഷോപ്പുകളിലെല്ലാം നമുക്ക് ലഭ്യമാണ്. വേമ്പാടപ്പട്ട പറഞ്ഞാൽ മതി. അപ്പോൾ അവർ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേമ്പാടപ്പട്ട നമുക്ക് തരും. ഇതിൻ്റെ പൊടി കിട്ടാനുണ്ട്, അതുപോലെ പട്ടയായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് വെമ്പാടയുടെ പട്ടയായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് വാങ്ങി കൊണ്ടുവന്നിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇതിനെ ഫുള്ളായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇതൊരു 100 ഗ്രാമിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനെ ഇങ്ങനെ അടർത്തി ഇടണം. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. നമുക്ക് നന്നായി അടർത്തി ഇടുക. അതിന് ശേഷം ഇതിനെ വേറൊരു ബൗളിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ അതിന് മുന്നേയാണ് നമ്മൾ ഈ കുറേ കട്ടിയായിട്ടിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വേണം നമ്മളിതിനെ ഇളക്കിയെടുക്കാൻ. ഇനി നമുക്കിതൊരു ബൗളിനകത്ത് അല്ലെങ്കിൽ ഒരു ബോട്ടിലിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബോട്ടിലിനകത്തേക്കാണ് ഇടുന്നത്. ഫുള്ളായിട്ട് നമുക്ക് ഈ ബോട്ടിലിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ താഴെയൊന്നും പോവാതെ ഇതിനകത്തേക്ക് വാരി ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കണം. അപ്പോൾ എന്ത് ഓയിലാണെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് ആൽമണ്ട് ഓയിലാണ്. നമുക്ക് കുറഞ്ഞ ഇപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, ആൽമണ്ട് ഓയിൽ ഒഴിക്കാം, കാസ്റ്റർ ഓയിൽ ഒഴിക്കുക. അപ്പോൾ നമുക്ക് ലിബാമിന് വേണ്ടിയിട്ടും സോപ്പിന് വേണ്ടിയിട്ടും ഒക്കെ എടുക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങൾക്കുള്ള സോപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വേമ്പാടപ്പട്ടയുടെ ഓയിൽ എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആൽമണ്ട് ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു വേമ്പാടപ്പട്ട ആ ബോട്ടിലിനകത്തേക്ക് ഇട്ടെങ്കിലും അത് ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഒഴിച്ചപ്പോൾ ഫുള്ളായില്ല. അപ്പോൾ കുറച്ച് നല്ല ഒരു രീതിയിൽ ഇതിനെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നോക്കാം ഓയിൽ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ തികഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും അതിന് ബാലൻസ് ആയിട്ടുള്ള അത് നിറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലുകൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ നിറഞ്ഞ് തിങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ആൽമണ്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചത്. അപ്പോൾ ടോട്ടലി ഞാൻ ഇതിനകത്തേക്ക് 1 ലിറ്റർ ആൽമണ്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. എന്നാൽ മാത്രമേ എനിക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം എനിക്കിത് ഒരുപാട് ഉപയോഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് ഓരോ ദിവസവും ലിപ് ബാമിനുള്ള ഓർഡറുകൾ ഡെയിലി എന്ന് വെച്ചാൽ 1-2 അല്ല, നമുക്ക് പിന്നെ വലിയ ഒരു ക്വാണ്ടിറ്റിയിൽ എന്ന് വെച്ചാൽ റീസെല്ലിങ്ങിനായിട്ടാണ് കൂടുതലും നമുക്ക് ഷോപ്പുകളിലേക്കും അതുപോലെ നമുക്ക് നേരിട്ട് കസ്റ്റമർ എടുത്ത് റീസെല്ലിങ് ചെയ്യുക ഒക്കെയാണ് ചെയ്യുന്നത്. 1 ലിറ്റർ ഒഴിച്ച് ഇനി നമുക്ക് ഇതിനെ ഒന്ന് വെയിലത്ത് വെച്ച് കൊടുക്കണം. വെയിലത്ത് വെച്ച് കൊടുക്കുമ്പോൾ ഇതിനകത്തുള്ള കളറ് ഫുള്ളായിട്ട് ഈ ഓയിലിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പം നമുക്കൊന്ന് വെയിലത്ത് കൊണ്ട് വെച്ചാലോ. അപ്പോൾ നമുക്ക് പുറത്ത് കൊണ്ടുവന്ന് ഇപ്പം നല്ല വെയിലുള്ള സമയമല്ലേ, ഈ സമയത്തൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ തയ്യാറാക്കി വെക്കാൻ പറ്റിയ ടൈമാണ്. മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വെയിൽ കൊള്ളിച്ച് ഇതൊന്ന് കളർ ഇറക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കഴിയുന്നതും ചെയ്യേണ്ടത് വെയിലുള്ള സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാം. അപ്പം നമുക്ക് 3-ാമത്തെ ദിവസമാണ്. നമ്മൾ 3 ദിവസം കണ്ടിന്യൂ ആയിട്ട് വെയിൽ കൊടുത്തപ്പോൾ 3-ാമത്തെ ദിവസം നമ്മുടെ ഓയിലിൻ്റെ കളറ് കണ്ടോ, കടും കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മൾ ഓരോ ദിവസവും ഇടുന്ന വീഡിയോസ് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഷൈമാസ് വേൾഡോ അല്ലെങ്കിൽ ഹയ ഓർഗാനിക്കിൻ്റെ ചാനലോ രണ്ടും കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ദിവസവും നമ്മൾ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. എല്ലാം ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എൻ്റെ കയ്യിൽ ഒഴിച്ചപ്പോൾ ഒരു കളറ് കണ്ടോ, ഈ കയ്യിൽ ഇത്രയും കളറിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ലിപ് ബാം ആയി കഴിയുമ്പോൾ എത്ര കളറ് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു ബൗളെടുത്ത് ബൗളിനകത്തേക്ക് ഞാൻ ഈ ആൽമണ്ട് ഓയിൽ ഒരു 100 ഗ്രാം ആൽമണ്ട് ഓയിൽ എടുക്കുന്നുണ്ട്. വേമ്പാടപ്പട്ടയുടെ 100 ഗ്രാമിൻ്റെ ആൽമണ്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടും കളറിൽ നിൽക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി കളറും കൂടെ, കുറച്ച് കളർ ചുണ്ടിലിട്ടാൽ ഒരു കളറ് നല്ലോണം തോന്നിക്കാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ബീട്രൂട്ട് പൗഡറും കൂടെ ഇടുന്നത്. നിങ്ങൾക്കറിയാം 100% നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ബീട്രൂട്ട് ലിപ് ബാം. അപ്പോൾ ബീട്രൂട്ടും വേമ്പാടയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടിൻറ്റഡ് പോലെ ലിപ് ബാം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ആവശ്യത്തിനുള്ള കളറും കിട്ടും, ആവശ്യത്തിനുള്ള റിസൾട്ടും കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ലിപ് ബാം തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ലിപ് ബാമിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ടോ, കിറ്റ് ഉണ്ടോ എന്നൊക്കെ. നിങ്ങൾക്ക് കിറ്റോ ക്ലാസ്സോ ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് നോക്കി വെച്ചിട്ട്
നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് എൻ്റെ ഫോൺ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഈ ഒരു ലിപ് ബാം തയ്യാറാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്ത ബീക്കർ എടുത്ത് വെച്ച് അതിനകത്തേക്ക് നമ്മൾ ഷിയ ബട്ടറാണ് ഇടുന്നത്. അപ്പം നമ്മൾ ഇനി അടുത്തതായിട്ട് അടുത്ത ബീക്കറിനകത്തേക്ക് എടുത്തത് ഒരു 100 ഗ്രാം ഷിയ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഓരോ മെറ്റീരിയൽസും അതാത് കണക്കനുസരിച്ച് നമ്മൾ എടുത്ത് അത് ഫോർമുലേഷൻ തയ്യാറാക്കി അതേ രീതിയിലാണ് നമ്മുടെ ലിപ് ബാം തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് 100 ഗ്രാം ഷിയ ബട്ടറും ഒരു 55, 56 അല്ലെങ്കിൽ ഒരു 57 ഗ്രാം ഇത്രയുമാണ് നമ്മൾ ബീസ് വാക്സ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള എത്ര ലിപ് ബാമിനാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് വേണം നമ്മൾ മെറ്റീരിയൽ എടുത്ത് ലിപ് ബാം ഉണ്ടാക്കാൻ. എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്കറിയാം ആൽമണ്ട് ഓയിലിനൊക്കെ ഒരുപാട് റേറ്റാണ്, പക്ഷേ എന്നാലും നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 100 ഗ്രാം കാസ്റ്റർ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. 100 ഗ്രാം ആൽമണ്ട് ഓയിൽ നമ്മൾ പൗഡർ കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് കൂടാതാണ് ഈ പറഞ്ഞ 100 ഗ്രാം കാസ്റ്റർ ഓയിൽ ഒഴിക്കുന്നത്. ഇനി ഇപ്പം ഈ 3 ഐറ്റം ബീസ് വാക്സ്, കാസ്റ്റർ ഓയിൽ, ഷിയ ബട്ടർ ഇത്രയാണ് ഈ ബീക്കറിനകത്തേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഡബിൾ ബോയിലിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ചൂടായി നിൽക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ഷിയ ബട്ടറും ബീസ് വാക്സും കാസ്റ്റർ ഓയിൽ എല്ലാം കൂടെ ഒഴിച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ആ ബീക്കർ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഏകദേശം നമ്മുടെ ബീസ് വാക്സ് ഇതെല്ലാം ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഒരു ഐറ്റവും കൂടെ ഒഴിക്കാനുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേലും ചൂസ് ചെയ്യാം. ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വീണ്ടും ആൽമണ്ട് ഓയിൽ തന്നെയാണ്. അപ്പം നമ്മൾ അതുകൂടി നമ്മുടെ ഈ എടുത്ത് വെച്ച് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ബീക്കറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 100 ഗ്രാം ആൽമണ്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് ഏകദേശം അതെല്ലാം നല്ല പോലെ മെൽറ്റ് ആകുമ്പോൾ നമുക്കിതിനെ ഒന്ന് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ വെമ്പാടയും അതുപോലെ നമ്മുടെ ബീട്രൂട്ട് പൗഡർ, ആ ബീട്രൂട്ട് പൗഡറൂടെ മിക്സ് ചെയ്ത് വെച്ച് അത് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ രണ്ടും കൂടെ മിക്സായി വന്നപ്പോഴത്തേക്കുള്ള ഇതിൻ്റെ ഒരു കളറ് കണ്ടോ. ഇത് രണ്ടയുടെ കളർ പോലെയും ബീട്രൂട്ടിൻ്റെ കളർ പോലെയും തന്നെയാണ് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഫ്രാഗ്രൻസ് ഓയിലാണ്, സ്ട്രോബെറിയുടെ ഫ്രാഗ്രൻസ് ഓയിൽ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ലിപ്പിനായിട്ട് സ്പെഷ്യലായിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഇപ്പം ഞാനൊരു 2 ഡ്രോപ്പ് എടുത്ത് എൻ്റെ കയ്യിലൊന്ന് ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെ അതേ സമയത്ത് തന്നെ ആ ഒരു കളറ് കാണിച്ചു തരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മറ്റ് കളറുകളൊന്നും ചേർത്തില്ല എന്നുള്ളത് കൊണ്ടാണ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറ് നമ്മൾ കയ്യിലേക്ക് ഇറ്റിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. അത് പോരാണ്ട് ഇനിയും കളറ് നമ്മുടെ ഒരു ലിപ്സ്റ്റിക് ഇട്ട ഫീലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ടിൻറ്റഡിൻ്റെ മെറൂൺ കളറുണ്ട്, അതും കൂടി ചേർത്തി കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചുണ്ടിന് നല്ല മെറൂണായിട്ട് ഡാർക്കായിട്ടുള്ള കളറായിട്ട് കിട്ടും. നമുക്ക് നമ്മുടെ ബോട്ടിൽസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 8 ഗ്രാമിൻ്റെ ബോട്ടിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഞാൻ ഈ ലിപ് ബാം ഒഴിക്കുന്ന ഈ ഒരു ബീക്കർ എവിടെ നിന്നാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മോന് ചെന്നൈ വരെ പോയപ്പോൾ കൊണ്ടു തന്ന സാധനമാണ്. എനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സ്ഥലം ഞാൻ കസ്റ്റമറോട് ചോദിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെന്നൈയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പം നമ്മുടെ ലിപ് ബാം എത്രത്തോളം ലിപ് ബാം കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഏകദേശം ഇതെല്ലാം ഒഴിച്ചൊന്ന് കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് എത്ര എണ്ണം കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ വേമ്പാട ടിൻറ്റഡ് ലിപ് ബാം എന്ന് നമുക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുണ്ടിനിട്ട് അത്യാവശ്യം കളറും കിട്ടും, അതുപോലെ തന്നെ റിസൾട്ടും കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ വെമ്പാട ബീട്രൂട്ട് ലിപ് ബാം. അപ്പോൾ ആവശ്യക്കാർ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ലിപ് ബാം ആവശ്യമുള്ളവർ ആരായാലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. ഇതുണ്ടാക്കാനുള്ള മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് അയച്ചു തരാൻ നമ്മൾ റെഡിയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഫേസ് വാഷ് ബേസ്, സോപ്പ് ബേസ്, ഷാംപൂ ബേസ്, മറ്റ് ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ തരം പൗഡറുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ബിഗ് താങ്ക്സ് തന്നെ പറയുകയാണ്. കാരണം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് ഓരോ ദിവസവും ഇത്രത്തോളം മുന്നിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒരു ഊർജം തന്നെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഓക്കെ ബൈ.